സ്കൂൾ തുറക്കാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പാഠപുസ്തക വിതരണം പ്രതിസന്ധിയിൽ. 70% പോലും പ്രിന്റിംഗ് പൂർത്തിയായിട്ടില്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം എത്തിക്കാനാകില്ലെന്ന് KBPS വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി 24-നോട് പറഞ്ഞു. KBPSന് സർക്കാർ 300 കോടി രൂപയോളം നൽകാനുണ്ടെന്നും KK ഇബ്രാഹിംകുട്ടി പറഞ്ഞു. പ്രതികരണത്തിൽ KBPS പുസ്തകങ്ങൾ അടിച്ചടിക്കുന്നതിൽ പ്രതിസന്ധിയാണ്, വൻ പ്രതിസന്ധിയാണ്. മുഴുവൻ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഇനി 2 മാസം ആയാലും പൂർത്തീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ അച്ചടി നടന്നിട്ടില്ല. KBPSൽ 70% പാഠപുസ്തകങ്ങളുടെ അച്ചടിയാണ് നടന്നിരിക്കുന്നത്. അതും പുറംചട്ടയില്ലാത്തതുകൊണ്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ 3 ആഴ്ചയെ സമയമുള്ളൂ തുറക്കാൻ. ഈ 3 ആഴ്ചക്കുള്ളിൽ ഒരു കാരണവശാലും ഈ പാഠപുസ്തകങ്ങൾ എത്ര ശ്രമിച്ചാലും അച്ചടിച്ച് നമുക്ക് സ്കൂളുകളിൽ കൊടുക്കാൻ കഴിയില്ല. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന്. ലിഡിയ, അധ്യയന വർഷം തുടങ്ങും മുമ്പ് പുസ്തകം കൊടുത്ത ചരിത്രമുണ്ടായിരുന്ന കേരളമാണ്. അങ്ങനെ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാകാൻ, ഇല്ലെങ്കിൽ പ്രതിസന്ധി പെട്ടെന്നാണോ, എന്താണ് ഇതിന് കാരണമെന്ന് കണക്കെ അവർ പറയുന്നത്? വലിയൊരു പ്രതിസന്ധി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വേനലവധിക്കായി സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് പുസ്തകം വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് നടന്നിട്ടില്ല. അതായത് 70% പുസ്തകങ്ങൾ മാത്രമാണ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞത് എന്നാണ് KBPS പറയുന്നത്. KBPS വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ് 24-നോട് സംസാരിച്ചത്. അവർ പറയുന്നത് ഇനിയും അച്ചടി പൂർത്തിയാകാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ 70% പുസ്തകങ്ങളുടെ അച്ചടി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനിയും 30% ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബൈൻഡിങ് കൂടി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ആഴ്ച മാത്രമാണ് സ്കൂൾ തുറക്കാനായി ബാക്കിയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഇത് മുഴുവനാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ 300 കോടിയോളം ഏകദേശം കുടിശ്ശികയുണ്ട് KBPSന് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണ് പറയുന്നത്? എവിടെ വന്ന വീഴ്ചയാണ്? ഈ പറഞ്ഞ പോലെ കുടിശ്ശിക തീർക്കാത്തതിലെ പ്രതിസന്ധിയാണോ, അല്ലെങ്കിൽ തൊഴിലാളികളുടെ പണിമുടക്കാണ്? എന്താണ് കാരണം എന്നതിൽ വ്യക്തത വരുത്തുന്നുണ്ടോ? പേപ്പർ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് KBPS പറയുന്നത്. 70% പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപ് KBPS തന്നെ പേപ്പറുകൾ വാങ്ങി അച്ചടിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ തരത്തിലാണ് 300 കോടി രൂപയോളം സർക്കാരിൽ നിന്ന് കുടിശ്ശികയുള്ളത്. സർക്കാർ പണം അനുവദിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അത് മാറുകയും ഇത്തരത്തിൽ കുടിശ്ശിക തീർക്കാതെ വന്നപ്പോൾ KBPSന് ഇത്തരത്തിൽ പേപ്പർ വാങ്ങാൻ സാധിക്കാതെ വന്നൊരു സാഹചര്യത്തിൽ സർക്കാർ തന്നെയായിരുന്നു പേപ്പർ അനുവദിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നു പോന്നിരുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ വർഷം പേപ്പർ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ മുഴുവനായി ലഭിച്ചിട്ടില്ല. പ്രിന്റ് ചെയ്യുന്നതിന് മാത്രമല്ല ബൈൻഡിങ് പൂർത്തിയാക്കാനുള്ള പേപ്പറുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉടനടി പേപ്പറുകൾ ലഭിക്കുകയാണെങ്കിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതായത് അധ്യയന വർഷം തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ, മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 5-6 മാസങ്ങൾക്ക് മുൻപേ തുടങ്ങേണ്ടതാണ് ഇത്തരത്തിൽ പ്രിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ. അത് തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് അത്തരത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പേപ്പർ ലഭിക്കാത്ത വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കാണണം. പ്രത്യേകിച്ച് 2 ആഴ്ച മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. എത്രയും പെട്ടെന്ന് പേപ്പർ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈൻഡിങ്ങിനായിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ കുടിശ്ശിക കൂടി തീർക്കണം. ഉടനടി അത് 300 കോടിയോളം രൂപയുള്ള കുടിശ്ശിക കൂടി തീർക്കണമെന്ന് കൂടിയാണ് KBPS പറയുന്നത്. വലിയ പ്രതിഷേധത്തിൽ കൂടിയാണ് ഈ വർക്കേഴ്സ് യൂണിയൻ ഉള്ളത് എന്നുള്ളതാണ്. ശരി, അടുത്ത അധ്യയന വർഷം ക്ലാസുകൾ തുടങ്ങുമ്പോൾ കുട്ടികളിലേക്ക് പുസ്തകം എത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് തന്നെയാണ് വരുന്ന പ്രതികരണവും. ലിഡിയ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.